അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റന്റ് ഗ്രേഡ് 2 അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പരീക്ഷയുടെ ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. അത് 24-ാം തീയതി ആയിരുന്നു പരീക്ഷ, അതായത് ശനിയാഴ്ച ഓഗസ്റ്റ് 24-ാം തീയതി നടന്ന പരീക്ഷയാണ്. അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ വൈകിപ്പോയി, 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ആൻസർ കീ നമ്മൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് തിരക്കുകൾ കാരണമാണ് വൈകിപ്പോയത്. അപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ മാത്സ് ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പരീക്ഷകളിൽ മാത്സ് അല്പം ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് പ്രോഗ്രാം നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ മാത്സിലെ ബേസ് മുതലുള്ള അഡ്വാൻസ് ലെവൽ വരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു കോഴ്സാണത്. വളരെ ചെറിയൊരു തുകയ്ക്ക് നിങ്ങൾക്കത് ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡൗൺലോഡ് ചെയ്ത് ആ ഒരു കോഴ്സിൻ്റെ ഭാഗമാകാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഒരിക്കലും നിങ്ങൾക്ക് അതുകൊണ്ടൊരു നഷ്ടം ഉണ്ടാകത്തില്ല. നിങ്ങളുടെ ആ ഒരു മാത്തമാറ്റിക്കൽ സ്കില്ല് കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആവത്തേ. അത് പല പരീക്ഷകൾക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലാവുകയും ചെയ്യും. ധാരാളം കുട്ടികൾ അത് പ്രയോജനപ്പെടുത്തി വളരെ വ്യത്യാസമുണ്ട് എന്ന്, അതായത് മുൻപ് പരീക്ഷ എഴുതുമ്പോഴും ഇപ്പോൾ പോയി പരീക്ഷ എഴുതുമ്പോഴും പലപ്പോഴും പേനയുടെ ഉപയോഗം തന്നെ കുറച്ച് മതി എന്ന് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കോഴ്സാണത്. സോ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കോഴ്സിൻ്റെ ഭാഗമാവുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ചോദ്യങ്ങളിലേക്ക് കിടക്കാം മക്കളെ. ആദ്യത്തെ ചോദ്യം ഇതാണ്: 12% of A is equal to 15% of B, then 16% of A is equal to what percentage of B എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നോക്കിക്കേ, 12% of A is equal to 15% of B എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ. സോ അതേപോലെ അങ്ങനെയാണെങ്കിൽ 16% ഓഫ് എ ഈസ് ഈക്വൽ ടു വാട്ട് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ 12% ഓഫ് എ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ, അപ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കണമല്ലോ ഇതും വരേണ്ടത് അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്. അതായത് 12-ന് അപ്പുറത്തുള്ളത് 15 സോ എയും ഇത് ഒരിക്കലും ഇത് എയും ബിയും തമ്മിലുള്ള റേഷ്യോ അല്ല. എയും ബിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുമ്പോൾ നേരെ തിരിഞ്ഞു വരും. അതിൻ്റെ കാര്യം എന്താണെന്ന് നമ്മൾ റേഷ്യോൻ്റെ ക്ലാസ്സുകളിൽ അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ 12:15 എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ചെറുതാക്കി നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? 12:15 എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കി അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4:5. കാരണം 4 × 3 12, 5 × 3 15. സോ അതേപോലെ ഇവിടെ 4-ൻ്റെ സ്ഥാനത്ത് 16 അപ്പോൾ 5-ൻ്റെ സ്ഥാനത്ത് എത്ര ആയിരിക്കും? 4 × 4 16 ആണെങ്കിൽ 5 × എത്രയായിരിക്കും? 4 20 ആയിരിക്കും. സോ നമുക്കിവിടെ 20 എന്ന് എഴുതാം. സോ ഇവിടെ എന്താണ്? 20% ഓഫ് ബി എന്ന് എഴുതാമല്ലോ. യെസ്. സോ ആൻസർ എത്രയാണ്? 20. കണ്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാം. സോ അടുത്ത ചോദ്യം: ദി ഒറിജിനൽ പ്രൈസ് ഓഫ് എ ഹാൻഡ് ബാഗ് വാസ് ഇൻക്രീസ്ഡ് ബൈ 40%. അതായത് നേരത്തെ അതിന് 100% വിലയെങ്കിൽ ഇപ്പം എത്രയായിട്ടുണ്ട്? 140% ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇഫ് ദ പ്രൈസ് ഓഫ് ഹാഫ് ഡസൺ ഹാൻഡ് ബാഗ്, ഒരു ഡസൺ എന്ന് പറഞ്ഞാൽ എത്ര? 12. അപ്പോൾ ഹാഫ് ഡസൺ എന്ന് പറയുമ്പോൾ എത്ര? ഒരു ഡസൻ്റെ പകുതി 6 അല്ലേ? അപ്പോൾ 6 എണ്ണത്തിൻ്റെ വിലയാണിത് അല്ലേ? അപ്പോൾ 6 എണ്ണത്തിൻ്റെ ഇപ്പോഴത്തെ വിലയാണ് എത്ര? 1680. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വില എത്ര ആയിരിക്കും? ഒരെണ്ണത്തിൻ്റെ വില എത്ര ആയിരിക്കും? 1680 ഡിവൈഡഡ് ബൈ എത്ര? 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2, 8, 280 എന്ന് കിട്ടും. സോ ഒരെണ്ണത്തിൻ്റെ വില എത്ര? 280. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ നമുക്ക്? ഈ ഒരെണ്ണത്തിൻ്റെ ഇപ്പോഴത്തെ വിലയാണ് 280. ഇപ്പോഴത്തെ വില എന്ന് പറയുമ്പോൾ എത്ര മക്കളെ? 140%. അപ്പോൾ 140% എന്ന് പറയുന്നതാണ് 280. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 1% എത്ര? 280 ഡിവൈഡഡ് ബൈ 140 എത്ര കിട്ടും? 2 എന്ന് കിട്ടത്തില്ലേ? 1% 2. 1% 2 ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? 100% എത്ര ആണെന്ന്. 1% 2 ആണെങ്കിൽ 100% എത്രയായിരിക്കും? 200 ആയിരിക്കും. 200 ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. കണ്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാം. സോ അടുത്ത ചോദ്യം: an amount of money becomes double in 10 years. ഈ ഡബിൾ ഇൻ 10 years എന്ന് പറയുമ്പോൾ നിങ്ങൾ 1 രൂപ കൊണ്ടിട്ടു ബാങ്കിൽ.
അത് എത്രയാവണം? ഇരട്ടി ഇൻറ്റു 2 2 ആവണം. അപ്പോൾ 1 രൂപ കൊണ്ടിട്ടെങ്കിൽ അത് 2 രൂപയാവണം. എത്ര രൂപ പലിശ കിട്ടണം? 1 രൂപ പലിശ കിട്ടണം. വേണ്ടേ? 1 രൂപയെ നിങ്ങൾ കൊണ്ടിടത്തുള്ളൂ. 2 രൂപ നിങ്ങൾക്ക് ആകെ കിട്ടണം. ഇരട്ടിയാവണം. 1 രൂപ കൊണ്ടിടുക എന്ന് പറയുമ്പോൾ ഇരട്ടിയാവുക. അപ്പോൾ എത്രയാവണം? 2 രൂപയാവണം. അപ്പോൾ 2 രൂപ ആവണമെങ്കിൽ 1 രൂപ പലിശ കിട്ടണം. വേണ്ടായോ? വേണം. അപ്പോൾ ഈ 1 രൂപയാണ് നിങ്ങൾക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്. ഇത് നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പോൾ ഇരട്ടി ആവണമെങ്കിൽ 1 രൂപ പലിശ. 1 രൂപ കൊണ്ടിട്ടാൽ 1 രൂപ പലിശ കിട്ടണം. ഇനി എന്തോ പറഞ്ഞിരിക്കുന്നത്? ഈ 1 രൂപ പലിശ കിട്ടാൻ എത്ര വർഷം എടുത്തു? 10 വർഷം കൊണ്ടാണ് ഇരട്ടിയാവുന്നത്. അപ്പം 1 രൂപ പലിശ കിട്ടാൻ എത്ര വർഷം എടുത്തു? 10 വർഷം എടുത്തു. ഇപ്പൊ എന്തോ പറഞ്ഞേക്കുന്നത്? നിങ്ങൾക്ക് എത്ര മടങ്ങാവണം? 5 മടങ്ങാവണം. അതായത് 1 രൂപ കൊണ്ടിട്ടാൽ 5 രൂപയാവണം. 1 രൂപ കൊണ്ടിട്ടാൽ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 5 രൂപയാണ്. അപ്പൊ എത്ര രൂപ പലിശ കിട്ടണം? 4 രൂപ പലിശ കിട്ടണം. വേണ്ടായോ? വേണം. മക്കളെ, 1 രൂപ പലിശ കിട്ടാൻ എത്ര വർഷം എടുത്തു? 10 വർഷം എടുത്തു. അപ്പൊ 4 രൂപ പലിശ കിട്ടാനോ? 40 വർഷം. 40 വർഷം. സോ ആൻസർ എത്ര? 40 വർഷം. ഓപ്ഷൻ ബി. കണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താ? നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. A:B 4:5 ആണ്. B:C 7:8 ആണെങ്കിൽ എന്താണ്? A:B:C എത്ര? വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A:B:C ആണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് A:B എത്രയാണ്? A:B എത്ര? 4:5. 4:5. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? B:C. B:C എത്ര? 7:8. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? A:Bയും കിട്ടി, B:Cയും ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് A:B:C എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇല്ലാത്തടത്തെല്ലാം ഓരോ വട്ടം കൊടുക്കണം. ഇല്ലാത്തടത്തെല്ലാം ഓരോ വട്ടം കൊടുത്തു കഴിയുമ്പോൾ എന്നിട്ട് അവിടെ ഏത് വരും? ലെഫ്റ്റിലോ റൈറ്റിലോ ഉള്ള നമ്പർ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. മുകളിലോട്ടും താഴോട്ടും നോക്കരുത്. ഇടത്തോട്ടും ഇവിടെ വന്ന് നിൽക്കുക. ഇടത്തോട്ട് നോക്കുമ്പോൾ ആരുണ്ട്? 5 ഉണ്ട്. ഈ 5നെ എടുത്ത് ഇങ്ങോട്ടങ്ങ് എഴുതുക. ഇവിടേക്ക് വരുമ്പോഴോ ഇവിടെ ആരുണ്ട്? 7 ഉണ്ട്. ഈ 7നെ എടുത്ത് ഇങ്ങോട്ടങ്ങ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 4 28. 7 × 5 35. 8 × 5 40. കണ്ടോ? അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നേരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 28:40 35:40 എന്ന് കിട്ടി. 28:35:40 ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. യെസ്. നമുക്കിത് വേറൊരു രീതി ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. എങ്ങനെയാണ് വേറൊരു രീതി ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങോട്ട് നോക്കിക്കോ. A:B:C ഏതൊക്കെയാണ്? A:B എത്ര? 4:5. B:C എത്ര? 7:8. എങ്ങനെ വേറെ രീതി ചെയ്യുന്നത്? ദാ ഗ കൊണ്ട് ഗുണിക്കുക. മലയാളത്തിലെ ഗ എന്ന അക്ഷരം കൊണ്ട് ഗുണിക്കുക. ഗ ആദ്യം 4 ന്ന് 7 പോകും. ഗ പോകുന്ന വഴിക്കെല്ലാം ഗുണിക്കണം. 4 × 7 28. എന്നിട്ട് ഗ എന്ത് ചെയ്യുന്നു? 7 ന്ന് മുകളിലേക്ക് പോകുന്നു. 7 × 5 35. എന്നിട്ട് ഗ എന്ത് ചെയ്യുന്നു? മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു. 8 × 5 40. സോ 28:35:40 ഉണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാം. 28:35:40. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, എ സർട്ടൻ ഡിസ്റ്റൻസ് വാസ് കവേർഡ് ബൈ എ കാർ അറ്റ് എ സ്പീഡ് ഓഫ് 60 km/h and comes back at a speed of 36 km/h. What is the average speed of the car? ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് പോയി എന്ന് വിചാരിക്കുക. അങ്ങോട്ട് പോകുന്ന വേഗത എത്ര? അങ്ങോട്ട് പോകുന്ന വേഗത 60 km/h. തിരിച്ചു വരുന്ന വേഗത എത്ര? 36 km/h. 36 km/h. അപ്പോൾ ഈ എ മുതൽ ബി വരെയുള്ള ദൂരം നമുക്കറിയത്തില്ല. സേ ലെറ്റ് ഇറ്റ് ബി ഡി കിലോമീറ്റർ. അതിനെ ഞാൻ ഡി കിലോമീറ്റർ എന്ന് എടുക്കുന്നു. സോ നമ്മുടെ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡി കിലോമീറ്റർ. ഓക്കെ, ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവറേജ് സ്പീഡാണ്. മക്കളെ ഒരു കാര്യം ഓർത്തോണം, ഈക്വൽ ഡിസ്റ്റൻസും ഡിഫറെൻറ്റ് 2 സ്പീഡ്സും ആണെങ്കിൽ, അതായത് അങ്ങോട്ട് പോകുന്ന ദൂരവും തിരിച്ചു വരുന്ന ദൂരവും തുല്യമാണ്. ഇപ്പോൾ ഈ അങ്ങോട്ട് പോകുന്ന ദൂരത്തിനെ ഞാൻ എക്സ് km/h എന്ന് വിളിക്കുന്നു. തിരിച്ചു വരുന്ന ദൂരത്തിനെ ഞാൻ y km/h എന്ന് വിളിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ദൂരവും ഇങ്ങോട്ട് വരുന്ന ദൂരവും തുല്യമാണ്. 2 ഡിഫറെൻറ്റ് സ്പീഡുകൾ എക്സും വൈയും എടുക്കുന്നുണ്ടെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. 2xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്റ്റ് മെത്തേഡ് അല്ല ഇത്. എന്താണ് ആവറേജ് സ്പീഡ് എന്ന് ആര് വന്ന് നിങ്ങളോട് ചോദിച്ചാലും
നിങ്ങളുടെ ആൻസർ എന്തായിരിക്കണം? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ആ കോൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ഏത്? E2xy ഡിവൈഡഡ് ബൈ x പ്ലസ് വൈ എന്ന് പറയുന്ന ഷോർട്ട് കട്ട്. അപ്പോൾ നമ്മൾ ഇതെവിടെ ഉപയോഗിക്കുന്നത്? ഈക്വൽ ഡിസ്റ്റൻസും ഡിഫറൻറ്റ് സ്പീഡും വരുന്ന കേസിൽ മാത്രമേ നമ്മൾ 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് വൈ എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കത്തുള്ളൂ. അല്ലാത്തടത്തെല്ലാം നമ്മൾ എന്താ ഉപയോഗിക്കുക? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് വൈ ഉപയോഗിക്കാം. അപ്പോൾ 2 ഇൻറ്റു എക്സിന് പകരം നമുക്ക് 60 എടുക്കാം, വൈക്ക് പകരം നമുക്ക് 36 എടുക്കാം, ഡിവൈഡഡ് ബൈ x പ്ലസ് വൈ എന്ന് പറയുമ്പോൾ എക്സും വൈയും കൂടെ കൂട്ടിയത് എത്ര? 96. ഇനി നമുക്ക് ഇതിനെ എല്ലാം കൂടെ കട്ട് ചെയ്ത് കളയാം. 2 കൊണ്ടെങ്കിൽ 2 കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 48. പിന്നെ എന്താണ്? നമുക്ക് 12 കൊണ്ട് കട്ട് ചെയ്യാം. 12 ഇവിടെ 4 പ്രാവശ്യം, 12 ഇവിടെ എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. 4 36 കിട്ടുമ്പോൾ 9. 9 ഇൻറ്റു 5 എത്ര കിട്ടും? നമുക്ക് 45 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. 45 കിലോമീറ്റർ പെർ അവർ. യെസ്, ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. 45 കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്ക് കിട്ടി. യെസ്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സോ എപ്പോഴും ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. എന്താണ് ആവറേജ് സ്പീഡ് എന്ന് ചോദിച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന് തന്നെ വേണം നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ. എന്നാൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഷോർട്ട് കട്ടാണ് 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് വൈ. അത് എവിടെ ഉപയോഗിക്കാൻ ചോദിച്ചാൽ ഈക്വൽ ടു ഡിസ്റ്റൻസും ഡിഫറെൻറ്റ് ടു സ്പീഡ്സും വരുമ്പോൾ മാത്രമാണ് നമ്മൾ എന്തുപയോഗിക്കുക? ഈ 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് വൈ എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ. സോ അപ്പോൾ നമുക്ക് 23, 46, 70, 98, 135 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സീരീസ് ഉണ്ട്. ഇതിലൊരു നമ്പർ മിസ്സിംഗ് ആണ്. 135 കഴിഞ്ഞ് ഏത് നമ്പർ വരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ 23, 46 ഡിഫറൻസ് എത്ര മക്കളെ? 23. ഇവിടുത്തെ ഡിഫറൻസ് നോക്കുമ്പോൾ എത്ര കിട്ടും? 24. ഇവിടുത്തെ ഡിഫറൻസ് നോക്കുമ്പോൾ എത്ര കിട്ടും? 28. ഇവിടുത്തെ ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 98ഉം 135ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ 9ഉം എത്ര കിട്ടും? നമുക്ക് 37 എന്ന് കിട്ടും അല്ലേ? 37. ഓക്കെ, ഇനി നമ്മൾ ഈ ഡിഫറൻസിൻ്റെ ഡിഫറൻസ് നോക്കിയേ. ഇവിടെ 1 കിട്ടി, ഇവിടെ എത്ര കിട്ടി? 4 കിട്ടി. ഇവിടെ എത്ര കിട്ടി? 1, 4. ഇവിടെ എത്ര കിട്ടി? 9. യെസ്, അപ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി. എന്താ? 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ, അടുത്ത എത്ര ആയിരിക്കും? 4ൻ്റെ സ്ക്വയർ. 4ൻ്റെ സ്ക്വയർ എത്ര? 16. 16 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 37ൻ്റെ കൂടെ 16 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 53. അപ്പോൾ ആൻസർ എന്ന് പറയുമ്പോൾ 135 പ്ലസ് 53. 5 3 8, 5 3 8, 1 188. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ടി. കണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാം. സോ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണിത്. സോ ഇനി നമുക്ക് ഒരു ചോദ്യം കൂടി ഉള്ളൂ എന്ന് തോന്നുന്നു. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? In 1985, Independence Day was celebrated on Thursday. So 1985 ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? തേഴ്സ്ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. സോ നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴും ഒരു കാര്യം നിങ്ങൾ നോക്കിക്കോണം. ഈ കലണ്ടറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ 1-ാം തീയതി തിങ്കളാഴ്ചയാണെങ്കിൽ 1 കൂടി വരുന്ന എല്ലാ ദിവസവും, അത് 7 കൂടി വരുന്ന എല്ലാ ദിവസവും തിങ്കളാഴ്ചയായിരിക്കും. സോ 1-ാം തീയതി തിങ്കളാഴ്ചയാണെങ്കിൽ 8-ാം തീയതി തിങ്കളാഴ്ചയായിരിക്കും, 15, 22 അങ്ങനെ ഈ 7 കൂടി വരുന്ന ദിവസങ്ങളെല്ലാം എന്തായിരിക്കും? തിങ്കളാഴ്ചയായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. നമുക്ക് ഏത് ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്? ഓഗസ്റ്റ് 15. ഓക്കെ, 15-ാം തീയതി എന്താഴ്ചയാന്ന് പറഞ്ഞിട്ടുണ്ട്? വ്യാഴാഴ്ചയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 15-ാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ 8-ാം തീയതിയും വ്യാഴാഴ്ചയായിരിക്കുമല്ലോ. 15-ാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ 8-ാം തീയതിയും വ്യാഴാഴ്ചയായിരിക്കും. 8-ാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ 1-ാം തീയതിയും വ്യാഴാഴ്ചയായിരിക്കും. കാരണം 7 വീതം കൂടി വരിക. അപ്പം 1-ാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ ദിവസം, ഇത് ഏത് മാസമാണ് നമ്മൾ ഈ പറയുന്നത്? ഓഗസ്റ്റ് മാസം. ഓഗസ്റ്റിന് തൊട്ട് മുമ്പുള്ള മാസം ഏതാ? ജൂലൈ മാസമാണ് അല്ലേ? അപ്പോൾ ജൂലൈ മാസം അവസാനത്തെ ദിവസം, ഈ 1-ാം തീയതിയുടെ തലേ ദിവസം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസം 31, ജൂലൈ 31 എന്താഴ്ചയായിരിക്കും? ഇത് വ്യാഴാഴ്ചയാണ്. 1-ാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ 31-ാം തീയതി ഏത് ദിവസമായിരിക്കും? 31-ാം തീയതി ബുധനാഴ്ചയായിരിക്കും. ഓക്കെ, അപ്പോൾ ബുധനാഴ്ച ഏത് ദിവസം? 31-ാം തീയതി ബുധനാഴ്ചയാണ്. 31-ാം തീയതി ബുധനാഴ്ചയാണെങ്കിൽ 24-ഉം ബുധനായിരിക്കത്തില്ലേ? കാരണം 7 കുറച്ചാൽ മതി. 31-ൽ നിന്ന് 7 കുറയ്ക്കുന്ന എല്ലാ ഇനിയും ബുധനാഴ്ചയായിരിക്കും. 24-ാം തീയതി ബുധനാഴ്ചയാണെങ്കിൽ 17-ാം തീയതിയും ബുധനാഴ്ചയായിരിക്കും.
ബുധനാഴ്ചയായിരിക്കും. ഓക്കെ, 17-ാം തീയതി ബുധനാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് 10-ാം തീയതി കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് നോക്കാം. ഓക്കെ, 17-ാം തീയതി ബുധനാഴ്ചയാണ്. അപ്പോൾ ഇങ്ങോട്ട് എഴുതിക്ക് 16, 15. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാ? 13-ാം തീയതിയാണ്. 14, 13. ഓക്കെ, ഇനി നോക്കിക്ക്. ശരി, അപ്പോൾ ബുധനാഴ്ച 17-ാം തീയതിയാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്താഴ്ചയായിരിക്കും? ചൊവ്വാഴ്ചയായിരിക്കും. ഇതെന്താഴ്ചയായിരിക്കും? തിങ്കളാഴ്ചയായിരിക്കും. ഇതെന്താഴ്ചയായിരിക്കും? ഞായറാഴ്ചയായിരിക്കും. ഇതെന്താഴ്ചയായിരിക്കും? സാറ്റർഡേ ആയിരിക്കും. അപ്പോൾ 13-ാം തീയതി ഏത് ദിവസമായിരിക്കും? സാറ്റർഡേ ആയിരിക്കും. സാറ്റർഡേ. ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 10-ാം തീയതി ബുധനാഴ്ചയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്നീട് 11, 12, 13 അങ്ങനെ നോക്കിയാലും മതി. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പം ഈ ഒരു രീതി ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നേരിട്ട് ഡേ കണ്ടുപിടിക്കുന്ന രീതി, നമ്മൾ കലണ്ടറിൽ ഏത് ദിവസവും കണ്ടുപിടിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. സോ അത് ഉപയോഗിച്ചാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ ഇല്ല, ഇത്രയേ ഉള്ളൂ. സോ ഇതിലെ മാത്സ് ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഡയറക്ഷനും എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. കോഡിങ്, ഡീകോഡിങ് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. നമ്മൾ മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കി മാത്സ് ചോദ്യങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്. കഴിയുന്നത്ര ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അതോടൊപ്പം നിങ്ങൾ മാത്സിന് ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ട് മാത്സ് അങ്ങോട്ട് റെഡി ആവുന്നില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ബുദ്ധിമുട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. സോ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചേരുക. അപ്പോൾ മക്കളെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു ക്ലാസ്സിലൂടെ വീട്ടിൽ കാണാം.